നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സ് പകുതി വരെ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തി അല്ലേ. എക്കണോമിക് പ്രൊഡക്ഷൻ നമ്മൾ വരെ പറഞ്ഞു. ഇന്ന് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ചാപ്റ്റേഴ്സ് മീൻസ് മോഡ്യൂൾസ് ആണ്. ഒന്ന് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത് നല്ല വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. ഇപ്പോൾ വരെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കണം. അതായത് ഇന്ത്യയുടെ എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത് +1-നകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരു സെക്ഷനാണ്. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ കൂടുന്നുണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും പറയാതെ തരയില്ല. ഇപ്പോൾ ഫുള്ളി പഠിക്കാനിരിക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡിപ്പെൻഡ് ചെയ്യാം. +1-നകത്ത് 1-2 ചാപ്റ്റേഴ്സിനകത്ത് ബ്രിട്ടീഷുകാർ വന്നപ്പം മുതലുള്ള ഇന്ത്യൻ എക്കണോമിയുടെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കിടപ്പുണ്ട്. നമ്മൾ പണ്ട് പഠിച്ചതാണത്. വീഡിയോ തത്വയുടെ ചാനലിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയായിട്ട് 1950 തൊട്ടുള്ള ഈ നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ തൊട്ടിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഇപ്പോൾ വന്ന് നിൽക്കുന്ന നീതി ആയോഗിൻ്റെ പ്രവർത്തനങ്ങൾ വരെയുള്ള കാര്യങ്ങൾ ഈ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ ആയിരിക്കും നമുക്ക് ചോദിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഡീറ്റെയിൽഡ് സ്റ്റഡി തന്നെ വേണ്ട ഒരു മേഖലയാണ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ്. പിന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് വരുന്നത് 1991 കുറച്ച് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന് പറയുന്ന സെക്ഷനുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഗ്ലോബലൈസേഷനൊക്കെ വന്ന സമയം 1991. അതിനുശേഷം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 5-year പ്ലാൻ. അപ്പോൾ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ് പഠിക്കുന്ന ഒരാൾ 5-year പ്ലാനും പഠിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ. നാഷണൽ പ്ലാനിംഗ് കമ്മീഷനെ പറ്റിയിട്ടും പഠിക്കും, 5-year പ്ലാനിൻ്റെ ഉദ്ദേശങ്ങളെ പറ്റിയിട്ടും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അതിനുശേഷം ഈ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്ങിൽ തന്നെ നമ്മൾ നീതി ആയോഗം പറഞ്ഞായിരിക്കും നിർത്തുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷനും 5-year പ്ലാനും നീതി ആയോഗ് വരെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാനിത് പല സെക്ഷനായിട്ടാണ് എടുക്കാൻ പോകുന്നത്. അതായത് ആദ്യം നമ്മൾ എന്താണ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഒരു ബ്രോഡായിട്ടുള്ള രൂപം എന്ന് ആദ്യം നോക്കും. അതിനുശേഷം നമ്മൾ അതിനകത്ത് ഇല്ലാത്ത കുറച്ച് പോയിന്റ്സ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്ങിനെ പറ്റിയിട്ടും ഈ പഞ്ചവത്സര പദ്ധതിയൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ ആ സെക്ഷൻ നമ്മൾ അവിടെ വെച്ചിട്ട് ഓടിച്ചിട്ടൊന്ന് നോക്കും. അല്ലെങ്കിൽ +1 ആണെങ്കിലും നോക്കിയാലും സാരമില്ല. അതിനുശേഷം നമ്മൾ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം 1991 ശേഷമുള്ള ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ് ഈ ചാപ്റ്ററിലുണ്ട്. ഇത് ചർച്ച ചെയ്തതിന് ശേഷം ഞാനൊരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നീതി ആയോഗിനെ പറ്റിയിട്ടുള്ള ലേറ്റസ്റ്റ് വിവരങ്ങൾ എല്ലാ കാര്യങ്ങളും ഈ സ്ലൈഡിനകത്തുണ്ട്. ഇത്രയായി കഴിയുമ്പോൾ നമ്മുടെ ഈ സെക്ഷൻ തീരുന്നതായിരിക്കും. സോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം പറയാൻ പോകുന്നത് എന്താണ് സാമ്പത്തിക ആസൂത്രണം അഥവാ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ് എന്താണെന്ന് നമ്മളോട് ചോദിച്ചല്ലേ. എന്താണ് സാമ്പത്തിക ആസൂത്രണം? എന്താണത്? അല്ലെങ്കിൽ എക്കണോമിക് പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കത്തെ അല്ലെങ്കിൽ എന്താണ് മുന്നിൽ കണ്ടിരിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്കണോമിക് പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലഭ്യമായ വിഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗപ്പെടുത്തി സമൂഹത്തിന്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ വിഭവങ്ങൾ ഉപയോഗിച്ച് ചെയ്യണമെന്നുള്ളതിന്റെ മുന്നൊരുക്കത്തിനെ നമ്മൾ എക്കണോമിക് പ്ലാനിംഗ് എന്ന് വിളിക്കുന്നു അല്ലേ. അപ്പൊ ഇന്ത്യയിലെ എക്കണോമിക് പ്ലാനിന്റെ നാൾ വഴികൾ നോക്കുകയാണെങ്കിൽ 1938 എന്ത് വന്നു? ഒരു ദേശീയ ആസൂത്രണ സമിതി വന്നിരുന്നു. 1938 ഒരു ദേശീയ ആസൂത്രണ സമിതി വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനുശേഷം 1944 നമ്മൾ പഠിക്കാറുണ്ട് ബോംബെ പ്ലാൻ എന്നറിയപ്പെടുന്നു. എന്താണ് ബോംബെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ബോംബെയിലൊക്കെ വ്യവസായികളായിട്ടുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു എക്കണോമിക് പ്ലാനിങ് ഒക്കെ നടത്തി. അതിനെ നമ്മൾ ബോംബെ പ്ലാൻ എന്നറിയപ്പെടും അല്ലേ. 1944 ബോംബെ പ്ലാൻ. ഇനി 1948 വ്യാവസായിക നയം വരുന്നത്. അപ്പോൾ ഈ വർഷം എപ്പോഴും ചോദിക്കാറുണ്ട്. 1948 ഒരു വ്യാവസായിക നയം വരുന്നു അല്ലേ. ഇൻഡസ്ട്രിയൽ പോളിസി വരുന്നു. 1950 ആസൂത്രണ കമ്മീഷൻ അഥവാ നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ ആസൂത്രണത്തിന്റെ നാൾ വഴി എന്ന് പറയുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ്. 1938 ദേശീയ ആസൂത്രണ സമിതി, 1944 ബോംബെ പ്ലാൻ വന്നു, 1948 വ്യാവസായിക നയം വരുന്നു, 50 ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നു. ഇനി നോക്കാം, ഇന്ത്യയുടെ ആസൂത്രണ ആശയങ്ങൾ കരുത്തേകാൻ MN റോയ് ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു പീപ്പിൾ പ്ലാൻ എന്ന് പറയുന്നത്. എന്താണ് പീപ്പിൾസ് പ്ലാൻ? ആരാവിഷ്കരിച്ചു? MN റോയുടെ പദ്ധതിയായിരുന്നു എന്ത്? പീപ്പിൾസ് പ്ലാൻ അഥവാ ജനകീയ പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് M വിശ്വേശ്വരയ്യ. അപ്പൊ നമുക്ക് സ്ഥിരം തെറ്റിപ്പോകുന്ന 1-2 പോയിന്റ്സ് ആണിത്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാണ് M വിശ്വേശ്വരയ്യ അല്ലെ. അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ അറിയപ്പെടുന്നു? ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന് അദ്ദേഹം വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന് അദ്ദേഹം വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി. അതുപോലെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ, ഈ പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ എന്ന വിഖ്യാത ഗ്രന്ഥം
അതായത് ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹം തന്നെയാണ് അല്ലേ. അപ്പൊ ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ അഥവാ പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് എം വിശ്വേശ്വരയ്യയാണ്. അതുപോലെ ഇദ്ദേഹം എന്തുകൊണ്ടാണ് ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ ആളായിരുന്നു ആരെന്നറിയപ്പെടുന്നത്? നമ്മുടെ വിശ്വേശ്വരയ്യ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ചോദിക്കുന്ന പോയിന്റ്സ് മാത്രമേ ഞാൻ ചർച്ച ചെയ്തു പോകുന്നുള്ളൂ. അടുത്ത നോക്കുക, എന്തൊക്കെയായിരുന്നു ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ? 1 തുല്യത, 2 വളർച്ച, 3 ആസൂത്രണം, 4 സ്വാശ്രയത്വം അഥവാ സെൽഫ് എഫിഷ്യൻസി എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പൊ എന്തൊക്കെയായിരുന്നു? തുല്യത വേണം, വളർച്ച വേണം, ആസൂത്രണം ഉണ്ടായിരിക്കണം, സ്വാശ്രയത്വം വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം ആദ്യം തന്നെ ലക്ഷ്യം വെച്ചിരുന്നത്. ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി എന്താണ് ഈ വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ വളർച്ച സാമ്പത്തിക വളർച്ച എന്നും എല്ലാ വളർച്ചയെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ വളർച്ച? അതായത് രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവിനെയാണ് നമ്മൾ ഗ്രോത്ത് അഥവാ വളർച്ച. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു what are the factors ഓഫ് എക്കണോമിക് സെക്ടേഴ്സ് അല്ലെങ്കിൽ എക്കണോമിക് പ്രൊഡക്ഷൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു സാധനങ്ങളും സേവനങ്ങളും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലേ. സേവനങ്ങളുണ്ട്, സാധനങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു രാജ്യത്തെ മൊത്തം സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും സേവനം കൊടുക്കുന്നതിൻ്റെ എല്ലാമുള്ള മൊത്തത്തിലുള്ള വളർച്ചയെയാണ് നമ്മൾ ഗ്രോത്ത് അഥവാ വളർച്ച എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഉൽപ്പാദിപ്പിക്കുന്ന വർധനവ് അതാണ് വളർച്ച. ഇതിനെ നമുക്ക് പല മേഖലകളിലായിട്ട് തിരിക്കാം. പ്രാഥമികം, ദ്വിതീയം, തൃതീയം. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രാഥമികം പ്രൈമറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഷിക മേഖല ഉൾപ്പെടുന്നതാണ്. ദ്വിതീയം അഥവാ സെക്കൻഡറി എന്ന് പറയുമ്പോൾ അവിടെ വ്യാവസായിക മേഖല വന്നു. തൃതീയം അഥവാ ടെറിഷറി എന്ന് പറയുമ്പോൾ അവിടെ സേവന മേഖലയാണ് വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇനി അടുത്തതെന്ന് നോക്കാം. രാജ്യത്തിന്റെ പുരോഗതിക്ക് സഹായകമായതുകൊണ്ടാണ് വളർച്ച ആസൂത്രണത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമായി കൈക്കൊണ്ടിരിക്കുന്നത്. എന്താണ് വളർച്ച എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു സാധനം സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ വർധനവാണെന്ന്. അപ്പൊ രാജ്യത്തിന്റെ പുരോഗതിക്ക് ഹെൽപ്ഫുൾ ആയതുകൊണ്ടാണ് വളർച്ച ആസൂത്രണത്തിന്റെ പ്രധാന ലക്ഷ്യമായിട്ട് കൈക്കൊണ്ടത്. അതിനെ ഒന്ന് സാധൂകരിക്കാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതിന്റെ ആൻസർ എന്തായിരിക്കും? കാർഷിക വ്യാവസായിക മേഖലകളിലെ ഉൽപാദന വർധനവ്, ഗതാഗത വാർത്താവിനിമയ സൗകര്യം, ആശുപത്രി, അതുപോലെ ധനകാര്യ സ്ഥാപനം, വിദ്യാഭ്യാസ സ്ഥാപനം, കച്ചവട സ്ഥാപനം, കയറ്റുമതി, ഊർജ്ജോൽപാദനം, ഇതിലെല്ലാം എന്താണ് വർധനവുണ്ടാവുക. അപ്പോഴാണ് നമ്മൾ പറയുന്നത് രാജ്യം പുരോഗമിച്ചു അല്ലെ. അപ്പൊ ഇതിനകത്ത് തന്നെ ശ്രദ്ധിക്കാം, കാർഷിക വ്യാവസായിക മേഖലകളിലെ ഉൽപാദന വർധന, ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളും ആശുപത്രി, ധനകാര്യ സ്ഥാപനം ഒക്കെ എന്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്? ടെറിഷറി സെക്ടറിലാണ്, സേവന മേഖലയിലാണ്. ഊർജ്ജോൽപാദനത്തിന്റെ കയറ്റുമതി എല്ലാം സേവന മേഖലയിലേക്കാണ് വരുന്നതെന്നൂടെ നോട്ട് ചെയ്ത് പഠിക്കാം. ഇനി എന്താണ് ആധുനികവൽക്കരണം? നമ്മളിത് +1 ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്, എങ്കിലും പഠിച്ചു വെക്കുക. എന്തിനെയാണ് നമ്മൾ മോഡേണൈസേഷൻ എന്ന് വിളിക്കുന്നത്? നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ആധുനികവൽക്കരണം, പുത്തൻ സാങ്കേതിക വിദ്യ ടെക്നോളജി യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോഡേണൈസേഷൻ എന്ന് വിളിക്കുന്നത്. അത് പല മേഖലകളിൽ മോഡേണൈസേഷൻ നടന്നു. ഇപ്പൊ ചരക്ക് നീക്കവും യാത്രയും വേഗത്തിലാക്കി അല്ലെ. അതുപോലെ സമയലാഭവും അതിലൂടെ സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കി. ആധുനിക വാർത്താവിനിമയ സൗകര്യങ്ങൾ ജീവിത നിലവാരവും സുരക്ഷിതത്വവും ഒക്കെ വർദ്ധിപ്പിച്ചു. അതുപോലെ ഗവൺമെന്റിന്റെ സേവനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനൊക്കെ ഉപകരിച്ചു. അതുപോലെ സ്ത്രീകളുടെ അവകാശ സംരക്ഷണം, സാമൂഹ്യ സുരക്ഷിതത്വം ഒക്കെ സാധ്യമായത് ഈ മോഡേണൈസേഷനിലൂടെയാണ്. അപ്പൊ നമ്മൾക്ക് വേണ്ട പോയിന്റ്സ് അത്ര കൃത്യമായിട്ടില്ല, എങ്കിലും ഡിഗ്രി ലെവൽ ആവുന്നത് കൊണ്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്ത് ഈ മോഡേണൈസേഷൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. താഴെ പറയുന്നതിനകത്ത് മോഡേണൈസേഷൻ കൊണ്ട് ഗുണമില്ലാത്തത്, ഗുണമായത്, ഇങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. സോ മോഡേണൈസേഷൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാശ്രയത്വത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് നമ്മൾ പറയത്തില്ലേ, മീൻസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുക അല്ലെ. ഇൻഡിപെൻഡന്റ് നമ്മൾ പറഞ്ഞു ISROയും DRDOയുടെ എല്ലാ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ത്യ ഒരു സ്വാശ്രയത്വത്തിലേക്ക് മാറുക എന്നുള്ളതായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് വിഭവങ്ങൾ ഉപയോഗിച്ച് മാനവശേഷി മാക്സിമം പ്രയോജനപ്പെടുത്തുക, കൃഷിയിലും വ്യവസായത്തിലും എല്ലാം സ്വയം പര്യാപ്തത നേടുക അല്ലെ, സ്വന്തമായിട്ട് എല്ലാം ഉണ്ടാക്കിയെടുക്കുക, വിദേശ ആശ്രയത്വം ഇല്ലാതാക്കുക. ഇതൊക്കെയാണ് ഈ സ്വാശ്രയത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് നോക്കാം, നമുക്ക് വേണ്ട പോയിന്റ് നോക്കാം. ആസൂത്രണ കമ്മീഷൻ രൂപം കൊണ്ടത് എന്നാണ്? അതിൻ്റെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ആരൊക്കെയാണ് ആസൂത്രണ കമ്മീഷൻ അംഗങ്ങൾ? പ്രധാനമന്ത്രി അധ്യക്ഷനും ഒരു മുഴുവൻ സമയ ഉപാധ്യക്ഷനും കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന ആസൂത്രണ കമ്മീഷൻ അംഗങ്ങളും ചേരുന്നതായിരുന്നു ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇത് രൂപീകരിച്ചത് എന്നാണ്? 1950 മാർച്ച് 15-നാണ്. അപ്പൊ ആസൂത്രണ കമ്മീഷൻ രൂപം കൊണ്ടത് 1950 മാർച്ച് 15-നാണ്. പ്രധാനമന്ത്രിയായിരുന്നു അധ്യക്ഷൻ, ഒരു മുഴുവൻ സമയം അല്ലെ, ഒരു ഫുൾ ടൈം ഒരു
ഉപാധ്യക്ഷനും കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ചേരുന്നതായിരുന്നു ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത്. കൂട്ടത്തിൽ തന്നെ ചോദിക്കാം, നാഷണൽ പ്ലാനിംഗ് കമ്മീഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇന്ത്യൻ ജനാധിപത്യത്തിനും മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കും അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി നടപ്പാക്കുക. അതായത് മിശ്ര സമ്പദ് വ്യവസ്ഥ അപ്പോഴത്തേക്കും നിലവിൽ വന്നു അല്ലേ. ജവഹർലാൽ നെഹ്റു സ്വീകരിച്ചത് മിക്സഡ് സമ്പദ് വ്യവസ്ഥയായിരുന്നു അല്ലെ. അപ്പൊ മിക്സഡ് സമ്പദ് വ്യവസ്ഥയ്ക്കും ജനാധിപത്യ രാജ്യം നമ്മൾ ഓൾറെഡി ആയിരുന്നു അപ്പോഴത്തേക്കും. അപ്പൊ ജനാധിപത്യ രാജ്യത്തിനും ഈ മിക്സഡ് എക്കണോമിക്കും അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി നടപ്പാക്കുക. പഞ്ചവത്സര പദ്ധതികളാണ് അതിനായിട്ട് ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്തത്. അപ്പൊ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഒരു പർട്ടിക്കുലർ മേഖലയ്ക്ക് ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് 5 വർഷം കൊണ്ട് പർട്ടിക്കുലർ ലക്ഷ്യം ഉണ്ടായിരിക്കും, അത് നടപ്പാക്കുക എന്നതായിരുന്നു പഞ്ചവത്സര പദ്ധതിയുടെ ഉദ്ദേശം. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിനകത്ത് കറക്റ്റ് ഉദ്ദേശം ഏതാണെന്ന് മനസ്സിലാക്കി എഴുതാനൊക്കെ ചോദിക്കാം. ഒരു പ്രത്യേക മേഖലയ്ക്ക്, അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, ഒരു പർട്ടിക്കുലർ മേഖലയ്ക്കാണ് മുൻഗണന 5 വർഷം കൊണ്ട് കൊടുത്തിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർക്ക് കുറച്ച് ലക്ഷ്യങ്ങൾ കാണും ഇല്ലേ, ഇത്ര വളർച്ച, ആ ലക്ഷ്യം നേടുക എന്നതായിരുന്നു പഞ്ചവത്സര പദ്ധതിയുടെ ഉദ്ദേശം. അതുപോലെ തന്നെ അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. PSC ചോദ്യമാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ ജലസേചനത്തിനും വൈദ്യുതി ഉൽപാദനത്തിനും അല്ലെങ്കിൽ ജലഗതാഗതം, കാർഷിക വികസനത്തിന് വേണ്ടിയിട്ട് എല്ലാം എന്ത് വേണം? അണക്കെട്ടുകൾ നിർമ്മിക്കണം അല്ലേ, അണക്കെട്ടുകൾ നിർമ്മിക്കണം. അതുപോലെ വെള്ളപ്പൊക്കം മൂലമുള്ള കൃഷിനാശം, നഷ്ടം മാറ്റാനായിട്ട് അല്ലെങ്കിൽ വെള്ളപ്പൊക്ക നിയന്ത്രണോപാധി എന്ന നിലയിൽ നമ്മൾ അണക്കെട്ടുകൾ ഉപയോഗിക്കണം, നിർമ്മിക്കണം എന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പൊ അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ജലസേചനം, വൈദ്യുതി ഉൽപാദനം അല്ലെങ്കിൽ ജലഗതാഗതത്തിന് നല്ലതാണ്, കാർഷിക വികസനത്തിന് വേണ്ടിയിട്ട് നല്ലതാണ്, വെള്ളപ്പൊക്കം മൂലമുള്ള കൃഷിനാശം നഷ്ടമൊക്കെ ഒഴിവാക്കാൻ നല്ലതാണ്, വെള്ളപ്പൊക്ക നിയന്ത്രണോപാധികൾ എന്ന നിലയ്ക്കും അണക്കെട്ട് പ്രയോജനപ്പെടുത്താം. ഇതൊക്കെ കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. അടുത്ത നോക്കാം, ഇന്ത്യയിൽ വിവിധ മേഖലകളിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ വിപ്ലവങ്ങളായിരുന്നു. ഒന്നാമത് ഹരിത വിപ്ലവം. എന്താണ് ഹരിത വിപ്ലവം? അപ്പോൾ നമ്മൾ പറഞ്ഞു പല മേഖലകളിലും സെൽഫ് റിലയൻസ് അല്ലെങ്കിൽ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവുക എന്നുള്ളത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. അതിൽ ഒന്നാമത് നടപ്പിലാക്കിയ ഒരു വിപ്ലവമായിരുന്നു ഗ്രീൻ റവല്യൂഷൻ. പേരിനകത്ത് തന്നെയുണ്ട്. എന്താണ് ഗ്രീൻ റവല്യൂഷൻ? ഹരിത വിപ്ലവം. അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിന്, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കർഷകരെ ഹെൽപ്പ് ചെയ്യാൻ അല്ലേ, കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇതുമൂലം പ്രധാനപ്പെട്ട ഏതൊക്കെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിലാണ് വർധന ഉണ്ടായത്? പ്രത്യേകിച്ച് നെല്ല്, ഗോതമ്പ് അല്ലെ, എന്നിവയുടെ ഉൽപാദനത്തിലായിരുന്നു സ്വയം പര്യാപ്തത കൈവരിക്കാനും അല്ലെങ്കിൽ അതിനുവേണ്ടി വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനും ഒക്കെ കഴിഞ്ഞത് ഹരിത വിപ്ലവം കൊണ്ടാണ്. അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. ഇനി ധവള വിപ്ലവം എന്തായിരുന്നു? ധവള വിപ്ലവം പാലും പാലുൽപ്പന്നത്തിന്റെ വർധനവും ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയത്. നീല വിപ്ലവം എന്താണ്? മത്സ്യോൽപാദന മേഖലയുടെ പുരോഗതി ലക്ഷ്യമായിട്ട് നടപ്പിലാക്കിയതുമാണ്. അപ്പോൾ സ്ഥിരമായിട്ട് പണ്ടൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ധവള വിപ്ലവം, ഹരിത വിപ്ലവം എന്തിനെ അല്ലെങ്കിൽ നീല വിപ്ലവം എന്തുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ നമുക്ക് ഡിഗ്രി ലെവലിനൊന്നും അത്ര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നില്ല. 10ാം ക്ലാസ് ആണെങ്കിലും സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്ത് ഇങ്ങനെ വേണമെങ്കിൽ ചോദിച്ചാലായി. ഇനി അടുത്തത് നോക്കുക, പഞ്ചവത്സര പദ്ധതിയുടെ പല ലക്ഷ്യങ്ങളുണ്ട്. ആ പല ലക്ഷ്യങ്ങളെ പറ്റിയിട്ട് ചോദിക്കാം. ഒന്നെന്താണ്? കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വവും, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, മാനവശേഷി വികസനം, ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക, മുഴുവൻ ജനവിഭാഗങ്ങളുടെ സമഗ്ര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സുസ്ഥിര വികസനം, ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. ഇതൊക്കെയായിരുന്നു പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കൂട്ടത്തിൽ തന്നെ നമുക്ക് പഞ്ചവത്സര പദ്ധതിയെ പറ്റിയിട്ടുള്ള ടേബിളും കൂടെ നോക്കി അങ്ങ് പോകാം. അപ്പോൾ ഓരോന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഒന്നാം പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്തത് 51 മുതൽ 56 വരെ. അപ്പം സ്റ്റാർട്ട് ചെയ്ത വർഷം ഇപ്പോൾ ചോദിക്കാറുണ്ട് അല്ലേ. 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നത്. എന്തായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം? കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു ലക്ഷ്യം. അപ്പം ആദ്യത്തെ
പഞ്ചവത്സര പദ്ധതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് കാർഷിക മേഖലയ്ക്കാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി 56 മുതൽ 61 വരെ ആയിരുന്നു, വ്യാവസായിക വികസനമായിരുന്നു ലക്ഷ്യം. മൂന്നാം പഞ്ചവത്സര പദ്ധതി 61 മുതൽ 66 വരെ ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയായിരുന്നു ലക്ഷ്യം. നാലാം പഞ്ചവത്സര പദ്ധതി 1969 മുതൽ 74 വരെയായിരുന്നു, സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. അഞ്ചാം പഞ്ചവത്സര പദ്ധതി 74 മുതൽ 79 വരെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ലക്ഷ്യം. അപ്പോൾ 74 മുതൽ 79 വരെയുള്ള കാലഘട്ടം എമർജൻസിയുടെ കാലഘട്ടമാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം. പഠിച്ചു വയ്ക്കാം. ആറാം പഞ്ചവത്സര പദ്ധതി 1980 മുതൽ 85 വരെ ആയിരുന്നു, കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താനാണ് ലക്ഷ്യം വെച്ചിരുന്നത്. ഏഴാം പഞ്ചവത്സര പദ്ധതിയോ 85 മുതൽ 90 വരെ ആയിരുന്നു, ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. അപ്പം നമുക്ക് 1991 ഇതിന് ശേഷമുള്ള അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലെ കാര്യമാണ് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് പഠിക്കാനുള്ളത്. 1991 വന്ന പുത്തൻ സാമ്പത്തിക മാറ്റങ്ങൾ, അത് നമുക്ക് വഴിയെ പഠിക്കാം. എട്ടാം പഞ്ചവത്സര പദ്ധതി 92 മുതൽ, അപ്പോൾ 91 അത് കഴിഞ്ഞ് 92 മുതൽ 97 വരെയായിരുന്നു, മാനവശേഷി വികസനമായിരുന്നു ലക്ഷ്യം. ഒൻപതാം പഞ്ചവത്സര പദ്ധതി 1997 മുതൽ 2002 വരെ ഗ്രാമീണ വികസനം, വികേന്ദ്രീകൃത ആസൂത്രണം. അപ്പോൾ തൊട്ട് താഴോട്ട് ഈ വികേന്ദ്രീകൃത ആസൂത്രണത്തെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് 73, 74 ഭരണഘടനാ ഭേദഗതി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത് കൊണ്ട്, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൻ്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ട് നിങ്ങൾ കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കുക തന്നെ വേണം കേട്ടോ. അതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പത്താം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 11ാം പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെ ആയിരുന്നു, ഈ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. ഏറ്റവും കൂടുതൽ UPSC നിന്നും ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വന്ന് കാണുന്നത് 11ാം പഞ്ചവത്സര പദ്ധതിയും അതുപോലെ ഈ 8ാം പഞ്ചവത്സര പദ്ധതിയും 10ാം പഞ്ചവത്സര പദ്ധതി കാണാറുണ്ട് കേട്ടോ. അപ്പം 12ാം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 2017 വരെ ആയിരുന്നു, സുസ്ഥിര വികസനമായിരുന്നു ലക്ഷ്യം. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്തില്ല. ഓക്കെ ആണല്ലോ. അതിന് മുമ്പ് തന്നെ നീതി ആയോഗ് നിലവിൽ വന്നു. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് നോക്കുക, വികേന്ദ്രീകരണം അല്ലേ. നമുക്കറിയാം വികേന്ദ്രീകരണം എന്ന് പറയുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. അപ്പം എന്താണ് വികേന്ദ്രീകരണം? 1992 പാർലമെന്റ് പാസ്സാക്കുകയും 93 നിലവിൽ വരികയും ചെയ്ത 73, 74 ഭരണഘടനാ ഭേദഗതി നിയമങ്ങൾ പഞ്ചായത്തി രാജ്, നഗരപാലിക സംവിധാനങ്ങൾ നിലവിൽ വരുന്നതിന് ഇടയാക്കുന്നു. അപ്പം 73ഉം 74ഉം, 73 എന്താ? പഞ്ചായത്തി രാജ്, 74 നഗരപാലിക സംവിധാനം. വർഷം 1992 കേട്ടോ. 1993 ഇത് വരുന്നത്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അങ്ങനെ 3 തരത്തിൽ പഞ്ചായത്തുകൾ മാറ്റി. ഈ മാറ്റത്തിനെ നമ്മൾ വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ചു എന്ന് പറയാം. ഗ്രാമപഞ്ചായത്താണ് ഏറ്റവും ബേസിക്, അതിനുശേഷം ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അപ്പോൾ വികേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെ അധികാരവും സാമ്പത്തിക വിഭവങ്ങളും പ്രാദേശിക വികസനത്തിന് വിനിയോഗിക്കാൻ ത്രിതല പഞ്ചായത്തുകളും നഗരസഭകൾക്കും സാധിച്ചു. ഡീസെൻട്രലൈസേഷൻ നമ്മൾ പറയും അല്ലേ. അതായത് ഇവർക്ക് വേണമെങ്കിൽ, അതായത് ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു ഗ്രാമപഞ്ചായത്ത്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാമ്പത്തിക വിഭവങ്ങൾ മാക്സിമം യൂസ് ചെയ്തിട്ട് പ്രാദേശിക വികസനത്തിന് മുൻകൈ എടുക്കാം. അങ്ങനെയാണ് നമ്മൾ ഈ 1993 എന്ത് വരുന്നത്? 73, 74 ഭരണഘടനാ ഭേദഗതി നിയമങ്ങൾ വരികയും ഇങ്ങനെ ഡീസെൻട്രലൈസേഷൻ നടപ്പാക്കുകയൊക്കെ ചെയ്തത്. അപ്പം വികേന്ദ്രീകൃത ആസൂത്രണത്തിൽ ഗ്രാമസഭകൾക്ക് മുഖ്യമായിട്ടുള്ളൊരു പങ്കുണ്ട്. ഇനി നോക്കുക, പ്രാദേശിക വികസനം സാധ്യമാക്കുന്നതിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ ഫ്ലോ ചാർട്ട്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഗ്രാമപഞ്ചായത്താണ്. അപ്പം ശിശു വികസന ആവശ്യങ്ങൾ വാർഡുതല ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യും, ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് പദ്ധതികളായിട്ട് സമർപ്പിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ഈ പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാ ക്രമത്തിൽ അവർ എന്ത് ചെയ്യും? ജില്ലാ തലത്തിലേക്ക് സമർപ്പിക്കും. ജില്ലാ പഞ്ചായത്ത് എന്ത് ചെയ്യും? ബ്ലോക്ക് പഞ്ചായത്ത് പരിശോധിച്ച പദ്ധതികൾക്ക് ജില്ലാതല പ്ലാനിംഗ് കമ്മിറ്റി അംഗീകാരം നൽകുകയും സംസ്ഥാന ആസൂത്രണ ബോർഡിന് ഇവ കൈമാറുകയും ചെയ്യും. എന്താണ്? സംസ്ഥാന ആസൂത്രണ ബോർഡാണ് ജില്ലാ പഞ്ചായത്തിന് മുകളിലിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഈ ജില്ലാ പഞ്ചായത്തിന്റെ ഒക്കെ ഹെഡായിട്ടിരിക്കുന്ന ആരാണ്? കളക്ടറാണ്, ജില്ലാ കളക്ടറാണ്. അപ്പൊ ഞാൻ ഈ പെൻ എടുക്കാത്തത് കൊണ്ടാണ് എഴുതി കാണിക്കാൻ പറ്റാത്തത്. നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക, എല്ലാവർക്കും അറിയാം. ജില്ലാ കളക്ടറാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പരിശോധിച്ച ഈ പദ്ധതികൾ ജില്ലാതല പ്ലാനിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയതിനു ശേഷം സംസ്ഥാന ആസൂത്രണ ബോർഡിന് സമർപ്പിക്കുന്നു. അപ്പം അത്രയും കൃത്യമായിട്ട്
പഠിച്ചു വെക്കാം. ദെൻ നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചതിന് ശേഷം 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വരുന്നു. ആണല്ലോ, നീതി ആയോഗ് നിലവിൽ വരുന്നു 2015 ജനുവരി 1. അപ്പൊ പ്ലാനിംഗ് കമ്മീഷന്റെ പിൻഗാമി അല്ലെങ്കിൽ നീതി ആയോഗിന്റെ മുൻഗാമിയാണ് പ്ലാനിംഗ് കമ്മീഷൻ. അതുപോലെ നീതി ആയോഗാണ് പ്ലാനിംഗ് കമ്മീഷന്റെ പിൻഗാമി. അപ്പൊ ഘടന ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. അപ്പൊ നീതി ആയോഗിന്റെ ഘടന എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ് ഇതിന്റെ ചെയർമാൻ, അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഭരണസമിതിയിൽ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിരം ഫുൾ ടൈം അംഗങ്ങളാണ്. 2 പാർട്ട് ടൈം അംഗങ്ങളും 4 അൺഒഫീഷ്യൽ അല്ലെങ്കിൽ അനൗദ്യോഗിക അംഗങ്ങളും CEO അഥവാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളും ഉള്ളവരെയാണ് താൽക്കാലിക അംഗങ്ങളായിട്ട് നിയമിക്കുന്നത്. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ സിഇഒയെ പ്രധാനമന്ത്രി നിയമിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും സ്ഥിരം ചോദ്യങ്ങളുണ്ട്. പ്രധാനമന്ത്രി ചെയർമാനാണ്. നമുക്ക് ടോപ്പിക്ക് പഠിക്കാനുള്ളതുകൊണ്ട് കൃത്യമായി പഠിക്കാം. പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ അധ്യക്ഷൻ. ഭരണസമിതിയിലെ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, എല്ലാ മുഖ്യമന്ത്രി സംസ്ഥാനങ്ങളാവുമ്പോൾ എല്ലാ മുഖ്യമന്ത്രിമാർ, യൂണിയൻ ടെറിട്ടറീസിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഒരു ഉപാധ്യക്ഷനും സ്ഥിരം അംഗങ്ങളുണ്ട്. അതുപോലെ 2 പാർട്ട് ടൈം അംഗങ്ങളും 4 അനൗദ്യോഗിക അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും. അപ്പോൾ ഈ പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരാണ് ഈ താൽക്കാലികക്കാരായിട്ട് വരുന്നത്. അതുപോലെ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങൾ എന്ന് പറയുന്നത്. 4 അനൗദ്യോഗിക അംഗങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി പറയുന്ന 4 കേന്ദ്രമന്ത്രിമാരായിരിക്കും. ഓക്കെ ആണല്ലോ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ സിഇഒയെ ഇദ്ദേഹം തന്നെ ആയിരിക്കും നിയമിക്കുന്നത്. അപ്പം പാർട്ട് ടൈം അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ആരാ? പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ഞാനിവിടെ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇനിയിപ്പോൾ നമ്മളത് പറയേണ്ട കാര്യമില്ലല്ലോ. ജസ്റ്റ് ഇപ്പം ഇതിനകത്ത് ആരൊക്കെ ഉണ്ട് എന്നുള്ളത് കോമ്പോസിഷൻ ഇനി ഞാൻ പറയുന്നില്ല, കാരണം ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമുക്ക് ബാക്കി നോക്കാം. എന്താണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ? അപ്പുറത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും നോക്കാം. വ്യവസായ സേവന മേഖലയിൽ സർക്കാരിൻ്റെ പങ്കാളിത്തം കുറയ്ക്കുക, അതൊരു ലക്ഷ്യമാണ് കേട്ടോ, പഠിച്ചു വയ്ക്കുക. വ്യവസായ സേവന മേഖലകളിൽ സർക്കാരിൻ്റെ പങ്കാളിത്തം കുറയ്ക്കുക. ഇതന്നെയായിരുന്നു 1991 നടത്തിയിരുന്ന കാര്യങ്ങളും. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. 1 വ്യവസായ സേവന മേഖലകളിലെ മാത്രമാണ്, കാർഷിക മേഖല പറയുന്നില്ല. വ്യവസായ സേവന മേഖലകളിൽ സർക്കാരിൻ്റെ പങ്കാളിത്തം കുറയ്ക്കുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുക. കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് നീതി ആയോഗ് കൂടെ പറഞ്ഞങ്ങ് പോകാം. എന്താണെന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്താണ് ഫുൾ ഫോം? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം. നമുക്കറിയാം 2015 ജനുവരി 1 നിലവിൽ വരുന്നത്. ഈ നീതി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സംസ്കൃതത്തിൽ എന്താണ്? ധാർമ്മികത, പെരുമാറ്റം, മാർഗനിർദ്ദേശം മുതലായവയാണ്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അതിൻ്റെ അർത്ഥം നയം എന്നാണ്. അപ്പം ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നയം എന്നാണ് പറയുന്നത്. നീതി എന്നാൽ ഇന്ത്യയെ രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള ദേശീയ സ്ഥാപനം എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, ലോകത്തെ ഒരു പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഉയർന്നു വരാൻ ഇന്ത്യയെ സഹായിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ സൃഷ്ടിക്ക് ടീം ഇന്ത്യ ഹബ് എന്നും നോളജ് ആൻഡ് ഇന്നവേഷൻ ഹബ് എന്നും പേരുള്ള 2 ഹബ്ബുകളുണ്ട്. അത് പഠിച്ചു വെക്കാം.
ടീം ഇന്ത്യ ഹബ് എന്നും നോളജ് ആൻഡ് ഇന്നവേഷൻ ഹബ് എന്നും പേരുള്ള 2 ഹബ്ബുകളാണ് എന്തിനു വേണ്ടിയിട്ടുള്ളത്? നീതി ആയോഗിന് വേണ്ടിയിട്ടുള്ളത്. എന്താണ് ഈ ടീം ഇന്ത്യ എന്ന് പറയുന്നത്? ഇത് കേന്ദ്ര സർക്കാരുമായി ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തിലേക്ക് നയിക്കുന്ന ഒരു ഹബ്ബാണ്. എന്താണ് ടീം ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കേന്ദ്ര സർക്കാരുമായി ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പങ്കാളിത്തത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ്. നോളജ് ആൻഡ് ഇന്നവേഷൻ ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ഥാപനത്തിന്റെ തിങ്ക് ടാങ്ക് കഴിവുകൾ നിർമ്മിക്കുന്ന ഒന്നാണ്. നോളജ് ആൻഡ് ഇന്നവേഷൻ എന്ന് പറയുന്നത് ഇത് സ്ഥാപനത്തിന്റെ തിങ്ക് ടാങ്ക് കഴിവുകൾ നിർമ്മിക്കുന്ന ഒന്നാണ് നോളജ് ആൻഡ് ഇന്നവേഷൻ ഹബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് പ്രധാനമായിട്ടും 7 തൂണുകൾ നമ്മൾ പറയത്തില്ലേ, പ്രധാനപ്പെട്ട 7 പില്ലേഴ്സ് ആണ് എന്തിനുള്ളത്? നീതി ആയോഗിനുള്ളത്. ആ 7 പില്ലേഴ്സ് നിങ്ങളൊന്ന് ഓർത്തു വെച്ചിരുന്നാൽ മാത്രം മതി. എന്തെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ 7 തൂണുകൾ അല്ലെങ്കിൽ പില്ലേഴ്സ് എന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് വൺ, ആളുകൾക്ക് അനുകൂലമായത് അഥവാ പ്രോ പീപ്പിൾ. നിങ്ങളിപ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഡിഗ്രി ലെവലിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ലാംഗ്വേജിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണും. മുകളിൽ ഇംഗ്ലീഷും കാണും, താഴെ മലയാളവും കാണും. നിങ്ങൾ ഇംഗ്ലീഷും കൂടി ഒന്ന് വായിച്ചു നോക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. കാരണം ഈ മലയാളത്തിലേക്ക് മാറ്റുന്ന സമയത്ത് ഈ ആളുകൾക്ക് അനുകൂലമായെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവത്തില്ല. അപ്പോൾ പ്രോ പീപ്പിൾ എന്നാണ് മീനിങ്. അതായത് സമൂഹത്തിൻ്റെയും വ്യക്തികളുടെയും അഭിലാഷം അഥവാ ആഗ്രഹങ്ങൾ നിറവേറ്റുക. 2, പ്രോ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പൗരൻ ആവശ്യങ്ങൾ പ്രതീക്ഷിച്ചും അതിനോടുള്ള പ്രതികരണത്തിലും മുന്നോട്ട് പോവുക. ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ആൻഡ് റെസ്പോണ്ട് ടു സിറ്റിസൺസ് നീഡ്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക, പൗരന്മാരുടെ പങ്കാളിത്തം. അതുപോലെ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ എംപവറിംഗ് ആണ്. പ്രത്യേകിച്ചും എല്ലാ മേഖലകളിലും സ്ത്രീകളെ ഒന്ന് പങ്കെടുപ്പിക്കുക, അല്ലെ, എംപവർ ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത എല്ലാവരെയും ഉൾപ്പെടുത്തൽ അല്ലെങ്കിൽ ഇൻക്ലൂഷൻ എന്നാണ് കേട്ടോ. ഇൻക്ലൂഷൻ എഴുതി വെക്കുക, ഇൻക്ലൂഷൻ എന്നാണ്. അതായത് ജാതി, മതം, ലിംഗഭേദം എന്നിവ കണക്കിലെടുക്കാതെ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തുക എന്നുള്ളത് ഒരു പില്ലറാണ്. അതുപോലെ ഇക്വാളിറ്റി അഥവാ സമത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും പ്രത്യേകിച്ച് യുവാക്കൾക്ക് തുല്യ അവസരം നൽകുക എന്നുള്ളതാണ് അടുത്ത പില്ലറ്. ലാസ്റ്റ് വൺ, ട്രാൻസ്പെറൻസി, സുതാര്യത എന്ന് പറയും. സർക്കാരിനെ ദൃഢവും പ്രതികരണശേഷി ഉള്ളതാക്കി മാറ്റുക. മേക്കിംഗ് ദ ഗവൺമെന്റ് വിസിബിൾ ആൻഡ് റെസ്പോൺസീവ് എന്നുള്ളതാണ് ട്രാൻസ്പെറൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പില്ലേഴ്സ് എന്ന് ഓർക്കുക? ഒന്ന് പ്രോ പീപ്പിൾ, പ്രോ ആക്ടിവിറ്റി, അതുപോലെ പാർട്ടിസിപ്പേഷൻ, എംപവറിങ്, ഇൻക്ലൂഷൻ ഓഫ് ഓൾ, എക്വാളിറ്റി, ട്രാൻസ്പെറൻസി. ഇത്രയുമാണ് നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട 7 പില്ലേഴ്സ് എന്ന് ഓർത്ത് വെച്ച്. അതുപോലെ തന്നെ ഈ കൂട്ടത്തിൽ ഓർത്ത് വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കോമ്പോസിഷൻ പറഞ്ഞോളൂ, ഞാനിപ്പോൾ പറയുന്നില്ല. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ പറ്റിയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, അല്ലേ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ പറ്റിയിട്ട് സിഇഒയെ ഒരു നിശ്ചിത കാലത്തേക്ക് പ്രധാനമന്ത്രി നിയമിക്കും. ഇന്ത്യ ഗവൺമെന്റിന്റെ സെക്രട്ടറി റാങ്കിലായിരിക്കും ഈ സിഇഒ, നീതി ആയോഗിന്റെ സിഇഒ എന്ന് പറയുന്നത്. അതുപോലെ പ്രസിഡന്റ് ചെയർമാൻ നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ഡോക്ടർ രാജീവ് കുമാർ ആണ്. അതായത് ഇപ്പം സെപ്റ്റംബർ 2017 മുതൽ പ്രസന്റ് വരെ കറണ്ട് വൈസ് ചെയർമാൻ ഓഫ് നീതി ആയോഗ് എന്ന് പറയുന്നത് ഡോക്ടർ രാജീവ് കുമാർ ആണ്. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ ഈ ഒരു 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് പ്രിലിംസിനൊക്കെ UPSC ക്വസ്റ്റ്യൻസ് ആണ്. അതായത് റിലേറ്റഡ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചോദിക്കാം, എക്കണോമിക്സിൽ നിന്നും ചോദിക്കാം. ഞാൻ ഇപ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിനെ പറ്റിയിട്ട് പരീക്ഷയ്ക്ക് മുമ്പ് ചർച്ച ചെയ്യാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, നീതി ആയോഗിനെ പറ്റിയിട്ട് വേണ്ട പോയിന്റ്സ് എങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കാര്യമാണ് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഒരു വിലയിരുത്തൽ എന്ന് പറയുന്ന +1 ചാപ്റ്റർ ആണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ് എന്ന് പറയുന്ന സെക്ഷനകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് 1991 ശേഷമുള്ള പുത്തൻ സാമ്പത്തിക നയം, അതിൻ്റെ പശ്ചാത്തലം നോക്കാം. എന്താണ് ഈ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ കാരണം? ഒന്ന്, രാജ്യത്ത് നിലനിന്ന രാഷ്ട്രീയ അസ്ഥിരതയാണ് കേട്ടോ. രാഷ്ട്രീയപരമായിട്ട് 1990 ഒക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് പ്രശ്നങ്ങൾ വന്നു. ആ സമയത്ത് രാഷ്ട്രീയ അസ്ഥിരതയുണ്ടായിരുന്നു. അതുപോലെ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത കുറവായിരുന്നു. വിദേശ നാണ്യ വരുമാനം ഉപഭോഗ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി. വിദേശ നാണയ കരുതൽ ശേഖരം കുറയുകയൊക്കെ ചെയ്തു. കഷ്ടിച്ച് 2 ആഴ്ചത്തേക്ക് ഇറക്കുമതിയിലുള്ള വിദേശ നാണ്യമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഒരുപാട് ഗൾഫ് യുദ്ധം ഉണ്ടായി. സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലായിരുന്നു വളർന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലായി. അത്യാവശ്യ വസ്തുക്കളുടെ വിലയ്ക്ക് വർദ്ധിച്ചു. ഇങ്ങനെ വരുന്ന സമയത്താണ് രാജ്യത്ത് പുതിയൊരു സാമ്പത്തിക പരിഷ്കരണം വേണമെന്നുള്ള ഒരു ആവശ്യം വരുന്നത്. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഇന്ത്യ, ലോക ബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി എന്നീ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിച്ചു. അങ്ങനെ ചില ഉപാധികളുടെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനങ്ങൾ ഇന്ത്യക്ക് ഫണ്ട് അനുവദിച്ചു. വ്യാപാരത്തിന് വേണ്ടിയുള്ള എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളയുക, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഓപ്പൺ മാർക്കറ്റ് ആക്കുക, ഉദാരവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ലോക ബാങ്കിൻ്റെയും IMFൻ്റെയും ഉപാധി. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ
നൂതന സാമ്പത്തിക നയം 1991 വരുന്നു. അതായത് നാഷണൽ എക്കണോമിക് പോളിസി 1991 വരുന്നു. 1991 മുതൽ ഇന്ത്യ വ്യാപകമായ തോതിലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 2 ഭാഗങ്ങൾ അടങ്ങിയ ഒരു പരിപാടിയാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. ഒന്ന് നോക്കാം, സുസ്ഥിരവൽക്കരണ പരിപാടി, സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയും. ഹ്രസ്വകാല നടപടികളാണിവ. പണപ്പെരുപ്പം തടയുകയും അടവ് ശിഷ്ട പ്രതിസന്ധി പരിഹരിക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ ഈ അടയ്ക്കണ്ടേ, പൈസയൊക്കെ വാങ്ങിച്ചില്ലേ അവരുടെ കയ്യിൽ നിന്ന്, അതുകൊണ്ട് തന്നെ സുസ്ഥിരവൽക്കരണ നടപടിയാണ്. അതായത് നീണ്ട കാലത്തേക്കുള്ള നടപടി. പണപ്പെരുപ്പം തടയുക, ഇൻഫ്ലേഷൻ കുറയ്ക്കുക, അതുപോലെ അടവ് ശിഷ്ട പ്രതിസന്ധി പരിഹരിക്കുക, ഇതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. 2 ഘടനാപരമായ നീക്കുപോക്കുകൾ, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാംസ് കൊണ്ടുവരിക. സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ദീർഘകാല പരിപാടികളായിരുന്നത്. സർക്കാർ ഇതിനായി വിവിധങ്ങളായ നയങ്ങൾ കൊണ്ടുവന്നു. ഹ്രസ്വകാല നടപടികളായിരുന്നത് പണപ്പെരുപ്പം തടയുക, അടവശിഷ്ട പ്രതിസന്ധി പരിഹരിക്കുകയുമായിരുന്നു ഇതിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഉദാരവൽക്കരണം? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഗ്ലോബലൈസേഷൻ എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. എന്താ അത്? ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയെ എല്ലാ നിയന്ത്രണങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കുക. ഇന്ത്യൻ എക്കണോമിയെ എല്ലാ നിയന്ത്രണങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കി വിടുക. അതിന്റെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ, ഒന്ന്, വ്യാവസായിക മേഖലയിൽ എന്തൊക്കെ കൊണ്ടുവന്നു? വ്യാവസായിക മേഖലയെ നിയന്ത്രണത്തിന് അതീതമാക്കി മാറ്റി. ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ, വ്യാവസായിക ലൈസൻസ് ഒക്കെ അങ്ങ് നിർത്തലാക്കി. പൊതുമേഖലയ്ക്കായി സംവരണം ചെയ്ത വ്യവസായങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു. സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. MRTP, FERA എന്നിവ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിഗ്രിക്ക്. അപ്പം അങ്ങനെ അതിനെല്ലാം ഭേദഗതി വരുത്തി. ചെറുകിട വ്യവസായങ്ങൾക്കുള്ള സംവരണം നിർത്തി. അങ്ങനെയായിരുന്നു പരിഷ്കാരം വ്യവസായ മേഖലയിൽ കൊണ്ടുവന്നത്. ധനകാര്യ മേഖലയിൽ ബാങ്ക് ബ്രാഞ്ചുകൾ തുടങ്ങാനുള്ള ലൈസൻസ് കുറച്ചുകൂടി ഉദാരവൽക്കരിച്ചു. ബ്രാഞ്ചുകൾ കൂടുതൽ തുടങ്ങാം. ധനകാര്യ സ്ഥാപനങ്ങളുടെ മേൽ റിസർവ് ബാങ്കിനുള്ള നിയന്ത്രണത്തിൽ കുറവ് വരുത്തി. വിദേശ ബാങ്കുകളെയും പുതുതലമുറ ബാങ്കുകളൊക്കെ അനുവദിച്ചു. CRR, ക്യാഷ് റിസർവ് റേഷ്യോ, SLR ഒക്കെ കുറച്ചു. ഇൻഷുറൻസ് മേഖലയെ സ്വകാര്യവൽക്കരിച്ചു. മൂലധന കമ്പോളം ഉദാരവൽക്കരിച്ചു. ഇങ്ങനെയാണ് ധനകാര്യ മേഖലയിൽ മാറ്റം കൊണ്ടത്. അതുപോലെ നികുതി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി, എക്സൈസ് നികുതി, കസ്റ്റംസ് നികുതിയൊക്കെ കുറച്ചു. 2017 GST ആരംഭിച്ചത്, അതറിയാലോ. അതുപോലെ വിദേശ വിനിമയ കമ്പോള പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു? സർക്കാർ രൂപയുടെ മൂല്യം കുറച്ചു. സുസ്ഥിര വിനിമയ നിരക്ക്, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിന് പകരം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വിനിമയ നിരക്ക്, ഫിക്സഡ് വേണ്ട ഫ്ലെക്സിബിൾ, ഓരോന്നിനനുസരിച്ച് വിനിമയ നിരക്ക് മാറി മാറി വരാം. അതുപോലെ വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറക്കുമതിയുടെ പരിണാത്മക അളവ്, കോട്ട നിയന്ത്രണം എടുത്തു മാറ്റി. ഇപ്പം ഇറക്കുമതിയെ നമ്മൾ പറയത്തില്ലേ, പർട്ടിക്കുലർ ഒരു എക്സ്പോർട്ടിങ്ങിനും ഇമ്പോർട്ടിങ്ങിനും വേണ്ടിയിട്ടുള്ള കാര്യം. അപ്പം ഇറക്കുമതി ഇങ്ങോട്ട് ഇറക്കുന്നതിന് ഉദാരവൽക്കരണം, നിയന്ത്രണം എല്ലാം എടുത്ത് മാറ്റി. ഇറക്കുമതിയുടെ താരിഫിൻ്റെ നിരക്കൊക്കെ കുറച്ചു. കയറ്റുമതി നികുതി കയറ്റി വിടണമെങ്കിൽ ടാക്സ് അടയ്ക്കണം, അതൊക്കെ നിർത്തലാക്കി. ഇനി 2 സ്വകാര്യവൽക്കരണം. അപ്പോൾ ഉദാരവൽക്കരണം നടപ്പിലാക്കി 1991 ശേഷം. രണ്ടാമത് സ്വകാര്യവൽക്കരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? സർക്കാർ വക സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത സ്വകാര്യ കമ്പനിക്ക് നൽകുന്നതിനെയാണ് അപ്പം സ്വന്തമായിട്ട് നടത്തുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇത് വരുമല്ലോ. അങ്ങനെ 2 രീതിയിൽ ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കി. ഒന്ന്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ നിന്നും സർക്കാർ പിൻവലിക്കുക. അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കുക. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസി എന്ന് പറയും. അപ്പം നിക്ഷേപ മോചനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുക. സ്വകാര്യ മേഖലയാകുമ്പോൾ കുറച്ചുകൂടെ നല്ല മാനേജ്മെന്റ് വരും. ധനസ്ഥിതി കൂടും അതോടുകൂടി പൊതുമേഖലയുടെ. വിപണികളിൽ നിന്നും ധനവിഭവങ്ങൾ ശേഖരിക്കാൻ കമ്പനികൾക്കുള്ള ശേഷി വർദ്ധിപ്പിക്കുക. ഗവൺമെന്റിന്റെ വരുമാനം കൂട്ടുക. FDI പ്രോത്സാഹിപ്പിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. നൂതന സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് ലാഭകരമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഓട്ടോണോമി പദവി നൽകിക്കൊണ്ട് ശ്രദ്ധിക്കാൻ നവരത്ന, മിനിരത്ന എന്നിങ്ങനെ 2 തരം തിരിച്ചു. IOC, HTCL, BPCL, ONGC, SAIL മുതലായവ നവരത്ന ആ ഒരു അണ്ടറിലേക്ക് കൊണ്ടുവന്നു. ഇനി 3ാമത്തെ ആളായിരുന്നു ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അപ്പം രാജ്യമെല്ലാം ഏകീകരിക്കുക അല്ലേ. ലോകത്തിലെ രാജ്യങ്ങളുടെ ഏകീകരണമാണ് ഈ ആഗോളവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മറ്റു രാജ്യങ്ങളുമായിട്ട് അടുത്ത ബന്ധം, സാധനം, സേവനം, മൂലധനം, വിജ്ഞാനം, ജനങ്ങൾ എന്നിവ ദേശീയ അതിർത്തിക്ക് പുറത്തേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടും ഒക്കെ സ്വതന്ത്രമായിട്ട് ഒഴുകുക. ട്രാൻസ്പോർട്ടേഷൻ അല്ലെ, കമ്മ്യൂണിക്കേഷൻ ചെലവുകൾ കുറയുന്നതിലൂടെ കമ്പോളം വികസിക്കുക. മറ്റു രാജ്യങ്ങളുമായിട്ട് തുറന്ന് ഇടപെടുക. അതാണ് ഈ ഗ്ലോബലൈസേഷൻ, തുറന്നു കൊടുക്കുക. അതുപോലെ തന്നെ ഔട്ട്സോഴ്സിങ് വന്നു. എന്താ ഔട്ട്സോഴ്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗോളവൽക്കരണത്തിന് ഒരു പ്രധാനപ്പെട്ട അനന്തരഫലമായിരുന്നു ഔട്ട്സോഴ്സിങ്. ഈ നമ്മൾ പറഞ്ഞു പുറത്തോട്ട് കരാറ് നൽകുക, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെടുത്ത് നമ്മൾ പുറത്തെ ഒരു പ്രോജക്റ്റ് എടുത്ത് നമ്മൾ ചെയ്തു കൊടുക്കുക. അതാണ് ഈ ഔട്ട്സോഴ്സിങ്. അത് ഒരു പ്രധാനപ്പെട്ട ആഗോളവൽക്കരണത്തിൻ്റെ ഒരു അനന്തരഫലമായിരുന്നു.
അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. ഞാൻ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല. അതുപോലെ WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 സ്ഥാപിതമായി. 1948 രൂപം കൊണ്ട ഗാട്ട് ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ് എന്ന സംഘടനയുടെ പിൻഗാമിയായിട്ടാണ് WTO 1995 വരുന്നത്. പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യമായിട്ട് അവസരം കൊണ്ടുവരിക, വ്യാപാര രംഗത്തുള്ള താരിഫ് ഇതര നിയന്ത്രണങ്ങളൊക്കെ ഒഴിവാക്കുക, ബഹുമുഖ വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുക, ബാങ്കിങ് ഇൻഷുറൻസ് പോലുള്ള സേവനങ്ങൾ വ്യാപാരത്തിൽ ഉൾപ്പെടുത്തുക. ഇതൊക്കെയായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ, ഗുണങ്ങളൊക്കെ കൊണ്ടുവന്നു. അത് GDP വർദ്ധിച്ചു. 1980s 5.79 ആയിരുന്നു, 2060 ആയപ്പോഴത്തേക്ക് 7.6 ആയിട്ട് മാറി. അതുപോലെ വിദേശ നാണ്യശേഖരം നമ്മുടെ വർദ്ധിച്ചിട്ടുണ്ട്, കയറ്റുമതി വർദ്ധിച്ചിട്ടുണ്ട്, ദാരിദ്ര്യമൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഈ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ നേട്ടങ്ങളായിട്ട് നമുക്ക് പറയാം. അപ്പം നിങ്ങൾ ഈ ഗ്ലോബലൈസേഷനും ഈ ഉദാരവൽക്കരണമാണെങ്കിലും സ്വകാര്യവൽക്കരണമൊക്കെ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പം വേണ്ട പോയിന്റ്സ് മാത്രമേ ഞാൻ ചർച്ച ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മൊത്തത്തിലൊന്ന് അവലോകനം ചെയ്ത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി പഠിച്ചിട്ട് പോവുക. നീതി ആയോഗമൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് പാറ്റേൺ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറണ്ട് അഫയേഴ്സും കൂടെ ഉണ്ട്. മാക്സിമം ഞാനത് ഷെയർ ചെയ്യാനായിട്ട് നോക്കാം. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.